ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ചക്കപ്പുഴുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്മ്യൂൾ സീരീസ് ഓഫ് സോങ്സ് എന്ന് പറഞ്ഞ പോലെ സ്മ്യൂളിൽ ഞാൻ പാടിയ കുറച്ച് പാട്ടുകളുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡ് അതായിരുന്നു. ഞാനും സുജാ രാജശേഖരൻ എന്ന് പറഞ്ഞ സുചേച്ചിയുമായിട്ട് പാടിയ ഒരു പാട്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന് പറഞ്ഞതുപോലെ ഒരു ഡ്യുവറ്റ് സോങ് തന്നെയാണ് ഇപ്രാവശ്യവും. ഞാനപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളിങ്ങനെ അവശ്യ കലാകാര അസോസിയേഷൻ എന്ന് പറഞ്ഞ പോലെ ഈ പാട്ടിന് ഞങ്ങൾക്ക് രാഗവും താളവും ഒക്കെ കണക്കായിരിക്കും, സംഗീതാസ്വാദകർ എന്നുള്ളതേ ഉള്ളൂ, വലിയ പെർഫെക്ഷനുള്ള പാട്ടുകാരല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നല്ല നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള നന്നായിട്ട് പാടുന്ന ഒത്തിരി നല്ല സിംഗേഴ്സ് സ്മ്യൂളിലുണ്ട്. അപ്പം അങ്ങനെ ഒരു സിംഗർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊന്നും ടാലൻറ്റഡ് അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു നല്ല ഒരു ശബ്ദത്തിൻ്റെ ഉടമ, നല്ലൊരു സിംഗർ. ഇപ്പം ഞാൻ ഒത്തിരി വലിയ പരിചയമൊന്നുമില്ല എങ്കിൽ പോലും ഒരാൾ പാടുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് അവരുടെ സ്വഭാവമൊക്കെ ഏകദേശം നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും. അവരുടെ ആ സിംഗിങ് പാറ്റേൺ, അല്ലെങ്കിൽ ആ സെലക്ഷൻ ഓഫ് സോങ്സ്, അല്ലെങ്കിൽ ആ ഒരു കമൻറ്റ് കൊടുക്കുന്ന രീതി, അത് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മനുഷ്യനല്ലേ, നമുക്ക് നമ്മളെ തന്നെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റാറുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. എങ്കിലും ഒരു പരിധിവരെയൊക്കെ നമ്മളിങ്ങനെ ഈ പാട്ടിൽ കൂടെ തന്നെ നമുക്ക് കുറേ മനസ്സിലായിട്ടുള്ളിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത് രാജീവ് ഒരു വളരെ സിമ്പിൾ, വളരെ എളിമയുള്ള, ഒരു ജാടകളൊന്നുമില്ലാത്ത, എന്നാൽ നല്ല ഒത്തിരി കഴിവുകളും ഒക്കെയുള്ള നല്ലൊരു സിംഗറായിട്ടാണ്. അപ്പോൾ ഇത് 1989 പുറത്തിറങ്ങിയ പരിന്ത എന്ന് പറഞ്ഞൊരു ഹിന്ദി മൂവി, അതിൻ്റെ അകത്ത് ജാക്കി അഷ്റഫ്, മാധുരി ദീക്ഷിത്, അനിൽ കപൂർ, ഇതാണ് മെയിൻ സ്റ്റാറിങ്. അപ്പം എനിക്ക് ജാക്കി അഷ്റഫിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു അന്ന്. ഞാനും എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിരുന്ന് ഡൽഹിയിലെ ഞങ്ങളുടെ ഈ ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥിതി ചെയ്യുന്നത് ഒരു കനോട്ട് പ്ലേസിലാണ്. ഡൽഹിയുടെ ഹാർട്ട് ഓഫ് ദ സിറ്റി എന്നാണ് കനോട്ട് പ്ലേസ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ കനോട്ട് പ്ലേസിൻ്റെ ആ കനോട്ട് സർക്കസിൽ കുറേ തിയേറ്റേഴ്സ് ഉണ്ട്, ഓഡിയൻ, റീഗൽ, റിവോളി, പ്ലാസ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഓഡിയൻ എന്ന് പറയുന്ന തിയേറ്ററിൽ പോയി ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് കുറേ മനോഹരമായ നിമിഷങ്ങളായി 87 to 90 നഴ്സിംഗ് പഠിച്ച കാലം എനിക്ക് എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഗോൾഡൻ ടൈം ഓഫ് മൈ ലൈഫ് എന്ന് എപ്പോഴും, മിക്കവാറും എല്ലാ പിള്ളേർക്കും തന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മളെ കൊച്ചു പ്രായം, ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒത്തിരി പ്രതീക്ഷകളുള്ള ഒരു കാലം അല്ലേ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പോയിരുന്ന് കണ്ട ഒരു മൂവിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാ ഇങ്ങനത്തെ എല്ലാ മൂവിയൊന്നും അല്ലെങ്കിലും കുറേ മൂവീസൊക്കെ ഒരുമിച്ച് പോയിരുന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ ഡൽഹിയിലെ നിരിലാസ് എന്ന് പറഞ്ഞ ഒരു ഐസ്ക്രീം, ഇന്നിപ്പം നിരിലാസ് ഒന്നും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അവിടെ പോയിരുന്ന് ഫ്രൂട്ട് സലാഡും ഐസ്ക്രീമും ഒക്കെ ഇടയ്ക്ക് കഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഗോൾഡഖാന പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് പള്ളി, അങ്ങനെ കുറേ മനോഹരങ്ങളായ ഓർക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഒന്നും കൂടെ പോകാൻ പറ്റിയിരുന്നെന്ന് ആഗ്രഹിക്കുന്ന കുറേ നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു കൂട്ടുകെട്ടായിരുന്നു ഞാനും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും തമ്മിലുള്ള ഒരു ബന്ധം. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയിരുന്ന് കണ്ട ഒരു മൂവിയാണിത്. അത് ഇതിൻ്റെ അകത്ത് ആ ഒരു മാധുരി ദീക്ഷിതും അനിൽ കപൂറും തമ്മിലുള്ള ദീർഘകാലത്തെ ഒരു പ്രണയ സാഫല്യം, അവരുടെ ഫസ്റ്റ് നൈറ്റ് ഒരു കപ്പലിൻ്റെ അകത്താണ് ഇത് കാണിക്കുന്നത്. ഈ പാട്ടിൻ്റെ സീൻ മൊത്തം, ഈ പാട്ടിൻ്റെ അവസാനം അവർ രണ്ടുപേരും മരിച്ചു പോകുന്നതായിട്ടുമാണ്. അവരുടെ വില്ലൻ നാനാ പട്ടേക്കർ തോന്നുന്നു, അവർ വന്ന് അനിൽ കപൂറിൻ്റെ ചേട്ടൻ ജാക്കി അഷ്റഫ് ഇങ്ങനെ ഒരു ഗുണ്ടാ സംഘത്തിലോ എന്തോ ആണ്. അപ്പോൾ അങ്ങനെ വന്ന് അവർ നാനാ പട്ടേക്കറിൻ്റെ ആൾക്കാർ വന്ന് വെടിവെച്ച് കൊല്ലുന്ന ഇവർ രണ്ടുപേരും മരിച്ചു പോകുന്നതായിട്ടുള്ള ഒരു വളരെ ട്രാജിക്കായിട്ടുള്ള ഒരു, പക്ഷെ ആ പാട്ട് തുംസേ മിൽക്കർ ഐസാ ലഗാഹോ എന്നുള്ള പാട്ട് നമ്മുടെ ഇങ്ങനെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒത്തിരി പേർക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. കാലങ്ങൾ കഴിഞ്ഞാലും അതിൻ്റെ ആ പാട്ടിൻ്റെ ആ സൗന്ദര്യം കൂടി വരുമ്പോൾ എൻ്റെ ഇവിടെ ഡൽഹി ഞങ്ങൾ ഒരുമിച്ച് നഴ്സിംഗ് പഠിച്ച ബിന്ദു എന്ന് പറഞ്ഞ് ഹ്യൂസ്റ്റണിൽ 3 കൂട്ടുകാരുണ്ടെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അതിൽ എൻ്റെ ഒരു കൂട്ടുകാരി ബിന്ദു, അവൾക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടായി തുംസേ മിൽക്കർ ഐസാ ലഗാഹോ. അത് ഞാനും രാജീവും കൂടെ പാടുന്നത് കുറവുകളൊക്കെ ഉണ്ട്, എങ്കിലും നിങ്ങൾ കേട്ടു നോക്കൂ. तुमसे मिलके ऐसा लगा, तुमसे मिलके अरमां हुए पूरे दिल के, तुमसे मिलके ऐसा लगा, तुमसे मिलके अरमां हुए पूरे दिल के, ऐ मेरी जाने वफा, तेरी मेरी तेरी एक जान है, साथ तेरे रहेंगे सदा, तुमसे न होंगे जुदा, तुमसे मिलके ऐसा लगा, तुमसे
तुमसे मिलके अरमां हुए पूरे दिल के। मेरे सनम तेरी कसम छोड़ेंगे अब ना यहाँ, ये जिंदगी गुजरेगी अब हमदम तुम्हारे ही साथ। अपना ये वादा रहा तुमसे न होंगे जुदा। तेरी मेरी मेरी तेरी एक जान है। साथ तेरे रहेंगे सदा, तुमसे न होंगे जुदा। तुमसे मिलके ऐसा लगा, तुमसे मिलके अरमां हुए पूरे दिल। बस तेरा ही इंतजार, तेरे बिना आता नहीं एक पल मुझे अब करार। हमदम मेरा मिल गया, हम तुम न होंगे जुदा। हमदम मेरा मिल गया, अब हम न होंगे जुदा। तुमसे मिलके ऐसा लगा, तुमसे मिलके अरमां हुए पूरे दिल के। ए मेरी जानी वफा, तेरी मेरी मेरी तेरी एक जान है। साथ तेरे रहेंगे सदा, अब हम न होंगे जुदा। अब हम न होंगे जुदा, तुमसे न होंगे जुदा। അപ്പം കേട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുവാണ്. അപ്പോൾ ഇനിയും വീണ്ടും സ്മ്യൂളിൽ എൻ്റെ കൂടെ പാടിയ എൻ്റെ ഒരുവിധമുള്ള എല്ലാ കോസിംഗേഴ്സിനെ താല്പര്യമുള്ളവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു, രാജീവിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ അകത്ത് പുള്ളിയുടെ സ്മ്യൂൾ സോങ്സ് തന്നെ ഇടാറുണ്ട്. അപ്പം അത് പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലും സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ഷെയർ, ലൈക്ക് ഇതെല്ലാം തന്ന് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഒത്തിരി സിംഗേഴ്സിനെ കുറച്ച് പേരൊക്കെ അഭിപ്രായം പറഞ്ഞു നന്നായിട്ട് പാടുന്നവരെ മാത്രം ഉൾപ്പെടുത്തി ചെയ്യണം എന്നൊക്കെ. പക്ഷേ
ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ നന്നായിട്ട് പാടാൻ പറ്റുമോ? അതൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ ഒരു സിംഗർ എന്നുള്ളതിൽ കവിഞ്ഞ് ഒരാളുടെ ഒരു ആ പേഴ്സണിൻ്റെ പേഴ്സണാലിറ്റിയിലെ നല്ലൊരു ആ ഒരു ഫോക്കസ് ചെയ്ത് അതൊന്ന് പിന്നെ പോളിഷ് ചെയ്ത് നന്നായിട്ട് കാണിക്കുക, ഒരു വ്യക്തിയുടെ അവരുടെ നല്ല ഗുണങ്ങൾ പറയുക. ഇപ്പം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരാളെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ 1000 നന്മകൾ പറയുന്നതിൽ എത്രയോ നല്ലതാണ്. അപ്പോൾ ആ ഒരു പേഴ്സൺ ആസ് മോർ ദാൻ എ സിംഗർ, ആസ് എ പേഴ്സൺ, ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ ആ ഒരു കോ സിംഗറിൽ ഞാൻ കാണുന്ന ഒരു നല്ല ഗുണം, അല്ലെങ്കിൽ അവരുടെ പാട്ടിൻ്റെ ഓടുള്ള ഇഷ്ടം. എല്ലാവരും ഇപ്പം സംഗീത ആസ്വാദകരാകാൻ പോലും എല്ലാവർക്കും കഴിയാറില്ലല്ലോ. സംഗീതം എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോലും റെയറായിട്ടാണെങ്കിൽ കുറേ പേരുണ്ട് അങ്ങനെ. അപ്പം അതങ്ങനെയുള്ള പ്ലസ് പോയിന്റുകളൊക്കെ എടുത്തു വെച്ച് എല്ലാവരെയും 1 by 1 ആയിട്ട് പറ്റുന്നിടത്തോളം എല്ലാവരെയും താല്പര്യമുള്ളവരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ചാനലിൽ കൂടെ. അപ്പം അടുത്ത എപ്പിസോഡിൽ വേറെ ഇപ്പോൾ പാട്ടുകൾ മാത്രമല്ല കേട്ടോ, ഇടയ്ക്ക് നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങളും അല്ലാത്തതൊക്കെ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെ അതും എല്ലാം മിക്സായിട്ട് പണ്ട് നമ്മുടെ ചക്കപ്പുഴുക്ക് ചാനൽ എങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും. ഇടയ്ക്കിടയ്ക്കെല്ലാം നമ്മുടെ ഈ സ്മൂൾ സോങ്സും ഒക്കെ കാണുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തുന്നവരെ ടേക്ക് കെയർ.